ഷാർജയിൽ മുട്ടിട്ട പ്രണയത്തിന് കോട്ടയത്ത് ഒരു സ്നേഹഭവനം. പാകിസ്ഥാൻകാരനായ തൈമൂർ താരിഖും കോട്ടയത്തുകാരിയായ ശ്രീജയും പുതുപ്പള്ളിയിലെ താരിഖ് മൻസിലിൽ താമസം തുടങ്ങി. പാകിസ്ഥാൻകാരനാണെങ്കിലും അവർ സ്നേഹത്തോടെ കഴിയുന്നില്ലേ എന്ന ശ്രീജയുടെ അമ്മ ശാന്തമ്മയുടെ ചോദ്യം മാത്രം മതി ആ സ്നേഹജീവിതത്തിൻ്റെ സാക്ഷ്യം. 5 വർഷം മുൻപ് ദുബായിൽ വെച്ച് വിവാഹം. അതിനുശേഷം ആദ്യമായി ഭാര്യ ശ്രീജയുടെ വീട്ടിലെത്തിയ ഭർത്താവ് തൈമൂർ താരിഖ്. പുതുപ്പള്ളി ഞാലിയാക്കുഴിയിലെ താരിഖ് മൻസിലിലെത്തിയ തൈമൂർ ശ്രീജയുടെയും കുടുംബത്തിന്റെയും സ്നേഹം തൊട്ടറിഞ്ഞു. കേരളത്തിന്റെ സ്നേഹം അടുത്തറിഞ്ഞു. Feeling good. This is my dream to come home actually. Last time I came for home, but because of election some restriction is there, so I didn't came. So finally then again I applied visa, so alhamdulillah I got visa, thanks Indian government and Kerala government also. उन्होंने ट्रस्ट किया, दोबारा वीज़ा इशू किया अल्हम्दुलिल्लाह. तो अभी मैं घर में हूँ, so I'm feeling so happy. Kerala super, Kerala people, Kerala climate, Kerala greenery, beauty, all is good. I have lot of many friends I have from the Kerala, so good Kerala people, good climate, good. കഴിഞ്ഞ വർഷം തൈമൂർ കേരളത്തിലെത്തിയിരുന്നുവെങ്കിലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മൂലം കോട്ടയത്തെ വീട്ടിൽ പോകാൻ സുരക്ഷാ അനുമതി ലഭിച്ചില്ല. അതുകൊണ്ടാണ് യാത്ര ഇത്രയും നീണ്ടത്. കണ്ടുമുട്ടുന്ന ടൈമിൽ 10-12 വർഷം 13 വർഷം മുമ്പത്തെ കാര്യമല്ലേ. നല്ല രീതിയിൽ തന്നെ പോയി. പിന്നെ നമ്മൾ കല്യാണത്തിലേക്ക് എത്തി, കല്യാണം കഴിഞ്ഞു. ദുബായിൽ വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഇവരുടെ കമ്പനി. അങ്ങനെ അവിടെ കണ്ടു, പരിചയപ്പെട്ടു, കോണ്ടാക്ട് കിട്ടി. ഭയങ്കര സന്തോഷം. ദൈവാനുഗ്രഹം. ഇങ്ങനെ വരുമെന്നൊന്നും ഓർത്തില്ലല്ലോ. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. പറഞ്ഞ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അങ്ങനെ അത് പോട്ടെന്ന് പറഞ്ഞ് 2-3 വർഷം 5-6 വർഷം അല്ലേ അങ്ങനെ പോയി. അത് കഴിഞ്ഞാൽ പിന്നെ സമ്മതിച്ചെല്ലാവരും അങ്ങനെ സമ്മതിച്ച്. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ലാത്തതുകൊണ്ട് എല്ലാവരും സന്തോഷം. നല്ല രീതിയിൽ അവിടെ ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല, പ്രശ്നങ്ങളില്ല, എല്ലാം നല്ല സന്തോഷമായിട്ട് പോകുന്നു. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നു. 2 രാജ്യങ്ങൾ, 2 മതങ്ങൾ. എതിർപ്പിന് കാരണങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീജയുടെയും തൈമൂറിന്റെയും ഉറച്ച സ്നേഹത്തിന് മുന്നിൽ എതിർപ്പുകൾ ഇല്ലാതായി. വർഷങ്ങൾ ഇങ്ങനെ ഇത് പോട്ടെ, മാറട്ടെ. ഒത്തിരി കല്യാണമൊക്കെ ഇവിടെ പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞു അവസാനം പിന്നെ ഇതിൽ വന്നു കലാശിച്ചു. അവിടെ കോർട്ടിൽ വെച്ച്. ഞാൻ ആ ടൈമിൽ ഞാൻ ഇവിടെയായിരുന്നു, നാട്ടിലായിരുന്നു. എനിക്ക് ആ ടൈമിൽ പോകാൻ പറ്റിയില്ല. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ കുഴപ്പമില്ല, ഒക്കെ മാറി, നല്ലത്. പാകിസ്ഥാൻ പൗരന് വീടും സ്ഥലവും സ്വന്തമായി വാങ്ങാൻ കഴിയാത്തതിനാൽ ശ്രീജയുടെ പേരിലാണ് രജിസ്ട്രേഷനും മറ്റ് നടപടികളും പൂർത്തിയാക്കിയത്. തൈമൂറിന്റെ പിതാവ് താരിഖിന്റെ ഓർമ്മയ്ക്ക് താരിഖ് മൻസിൽ എന്ന പേരും നൽകി. We build home, नया घर हम लोग लिया पुदुपल्ली में. घर श्रीजा का नाम पर है, बट उसका नाम मेरा फादर का नाम पर रखा, तारिक मंजिल. या प्रॉपर्टी श्रीजा के नाम पर है. एक्चुअली केरला इज़ मेरा फेवरेट प्लेस है. केरला स्पेशली उधर का ग्रीनरी और क्लाइमेट मेरे को बहुत पसंद है केरला का, तो इसीलिए. और वाइफ भी केरला से है, सुरेश जी. So inshallah maybe we will fully settle in Kerala in future. കേരളമെല്ലാം ചുറ്റിക്കറങ്ങി കാണണമെന്ന് തൈമൂറിന് ആഗ്രഹമുണ്ടെങ്കിലും അനുവാദമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് യാത്ര. അതിനുശേഷം UAE മടങ്ങും. അടുത്ത ആഗ്രഹം സ്വന്തം നാടായ പഞ്ചാബ് പ്രവിശ്യയിലെ മുൾട്ടാനിൽ ശ്രീജയെ കൊണ്ടുപോകണമെന്നാണ്. പിന്നെ പാകിസ്ഥാനിലോട്ട് പോകണം ആഗ്രഹമുണ്ട്. മിസ്രിലെ രാജൻ അസീസന്നാരംബ സൗജത്ത് മിന്നിക്കിലങ്ങും ഇടങ്ങും സീനാത്തുലെ രാജാത്തി.